ആൻഡ് ആഫ്രിക്ക വെൽക്കം ടു മോൾ ഓഫ് ട്രാവൻകൂറിന്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള സായം സന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു ആഘോഷാരവങ്ങൾ തീർക്കുന്ന സായം സന്ധ്യയുടെ ഇന്നത്തെ ഈ ഒരു വിജയാഘോഷം നമുക്ക് മധുരതരമായിട്ട് തന്നെ നമസ്കാരം. ആദ്യം രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വിജയാഘോഷത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. എന്തോ പ്രിയപ്പെട്ട തിരുവനന്തപുരക്കാരെ നമസ്കാരം. എപ്പോഴും സിനിമ വിജയിക്കുമ്പോൾ ഇവിടെ വരുന്നതും പ്രത്യേകിച്ച് മോൾ ഓഫ് ട്രാവൻകൂറിൽ വരുന്നതും ഇവിടെ ഒരു സായാഹ്നം അടിച്ചു പൊളിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. ഇനിയും കാണാനുള്ളവർ തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇപ്പോഴും തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കല്യാണം കഴിച്ചിട്ടുള്ള, കല്യാണം കഴിക്കാൻ പോകുന്നവർ, കല്യാണം കഴിച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, സ്ത്രീധനം ചോദിക്കുന്നവർ, സ്ത്രീധനം കിട്ടാത്തവർ, അങ്ങനെയുള്ള നമുക്കറിയാവുന്ന ചുറ്റുമുള്ള ഒരുപാട് പേര് പരിചയമുള്ളതുപോലെ തോന്നുന്ന കഥാ സാഹചര്യങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കിഷ്കിന്ധകാണ്ഡം ആഭ്യന്തര കുറ്റവാളി പോയി കാണണം. ഒരു വലിയ സക്സസ് ആയി മാറ്റിയ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം കേക്ക് കട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാം. താങ്ക് യു. ആഭ്യന്തര കുറ്റവാളിയുടെ വിജയാഘോഷമാണ് കേക്ക് കട്ടിംഗ് സെറിമണിയിലൂടെ മനോഹരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യയിലെ ആഘോഷങ്ങൾ. വലിയൊരു വിജയമാവട്ടെ എന്ന പ്രത്യാശയോടെ ഒരു പ്രാർത്ഥനയോടെ കൂടി തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ കുമാർ സർ ഈ ഒരു ചലച്ചിത്രം ഇതാ നമ്മൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ അവർ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, സംവിധാനം ചെയ്ത സിനിമ തന്നെ ജനം ചർച്ച ചെയ്യപ്പെടുന്നു, അത് തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടുന്നു എന്ന് അറിയുന്നതിന് വലിയ സന്തോഷം. ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ കാണാത്തവർ പോയി തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. ഇതിലും വലിയ വിജയം തീരട്ടെ ഉള്ളത്. താങ്ക് യു. തീർച്ചയായും ഉറപ്പായിട്ടും കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ ചെന്നിട്ട് കാണും എന്ന് നമ്മളിതാ ഉറപ്പ് നൽകുകയാണ്. കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ കാണണം. പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് പടം കാണാൻ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സിനിമയാണ്. താങ്ക് യു. താങ്ക് യു സർ. വിജയകുമാർ സർ, നമ്മൾ ഒരുപാട് ചലച്ചിത്രങ്ങളുണ്ട്. വിജയേട്ടൻ സംസാരിക്കുന്നതിന് മുന്നേ ഒരു ക്ലൂ തരാം. വിജയേട്ടൻ്റെ സിനിമയിൽ ആരെയും ചതിക്കുന്നില്ല കേട്ടോ. ബിട്രയൽ സ്റ്റാർ എന്നൊരു പേരൊക്കെ ഉണ്ട്. സന്തോഷം. അതായത് ആസിഫിയായിട്ട് ഞാൻ ആദ്യമായിട്ട് അല്ല, ഇത് ഞങ്ങൾ തൃശ്ശൂർ പേരും ചുരുത്തം എന്ന സിനിമ ചെയ്തു. അപ്പോൾ നരസിംഹമായിരുന്നാലും വല്യേട്ടനായിരുന്നാലും ലേലമായിരുന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ആസിഫക്ക ഇപ്പം നമുക്കറിയാം ഒരു സേഫ് സോണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മലയാളികൾക്ക് വളരെ നല്ല 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 അനുഭവങ്ങൾ നൽകുന്ന സിനിമയാണ്. കിഷ്കിന്ധകാണ്ഡമായിരുന്നാലും രേഖാചിത്രമായിരുന്നാലും ശരി, സ്ക്രിപ്റ്റ് സെലക്ഷനിലുള്ള പുള്ളിയുടെ ഒരു പാഠവും അത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. കാരണം പുതിയ പലരും അവിടെയാണ് തട്ടി വീഴുന്നത്. ഇപ്പോൾ ആസിഫിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു ഇത് തന്നെ ആവട്ടെ. അതുപോലെ തന്നെ ഈ സിനിമയിലെ സഹദേവൻ എന്ന് പറയുന്നത് എൻ്റെ സഹദേവൻ പ്രൊഡ്യൂസർ നൈസാമാണ്. കാരണം നമുക്കറിയാം ഒരുപാട് ദുർഘടങ്ങളിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർ റിലീസിങ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ച് പുള്ളി ഈ സിനിമ പുള്ളി തിയേറ്ററിൽ കൊണ്ടുവരാൻ കാരണം പുള്ളിയുടെ മനസ്സിൽ ഒരു സിനിമ കലാകാരനുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഒരു സിനിമ ഡയറക്ഷൻ സൈഡിലൊക്കെ പഠിച്ച ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ
സുപ്രീം കോടതി വരെ പോയിട്ട് അതിന് സ്ട്രഗിൾ ചെയ്തിട്ട് അതിനൊരു ഓർഡർ വാങ്ങിച്ചാണ് ഇത് തിയേറ്ററിൽ കൊണ്ടുവന്നത്. എന്തായാലും സന്തോഷം. എല്ലാവരും പോയി സിനിമ കാണണം, വിജയിപ്പിക്കണം. ഇതിലും വലിയൊരു വിജയമാക്കി നിങ്ങൾ ഈ മാറ്റണം. നന്ദി, നമസ്കാരം. ഓക്കേ, ശ്രീ ആനന്ദ്, പ്രതികരണങ്ങൾ എന്താണ് പറയുന്നത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? ഇത് തിരുവനന്തപുരം എൻ്റെ നാടാണ്, ഞാൻ ജനിച്ച നാടാണ്. അത് നിങ്ങളെ എല്ലാവരെയും കാണാനും ഇവിടെ വരാനും ഈ ഒരു സിനിമയുടെ തന്നെ ഭാഗമാകാനും പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ കാണാത്തവർ വീണ്ടും പോയി കാണണം എന്ന് അപേക്ഷിക്കുന്നു. നല്ലൊരു സിനിമയാണ്. ഇതൊരു വൻ വിജയമാക്കി മാറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. തീർച്ചയായും ശ്രേയ. നമസ്കാരം. നമ്മൾ ഈ ഒരു കൊച്ചുപടം നിങ്ങളെല്ലാവരും കണ്ട് വിജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കാണാത്തവർ തിയേറ്ററിൽ പോയി തന്നെ കാണില്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ നിങ്ങളുടെ എല്ലാവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഇനിയും ഇതേപോലുള്ള സ്നേഹം തുടർന്നുണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തുളസി. ഹലോ ട്രിവാൻഡ്രം, എല്ലാവരും സിനിമ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും പോയി കാണണം. മിസ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആതുര. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ നാടാണ് ട്രിവാൻഡ്രം. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്. സോ ഐ വെരി ഹാപ്പി ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ. സിനിമ കാണാത്തവർ ഉറപ്പായും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ നൈസ് മൂവി. അഭിനയിച്ച് ഞങ്ങൾ തന്നെ നല്ലതാണെന്ന് പറയുന്നൊരു കാര്യമില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആൻഡ് താങ്ക് യു സോ മച്ച്. മൃണ്മയക്കുട്ടി, എന്താണ് നമുക്ക് പറയാനുള്ളത്? ഹലോ, എല്ലാവരും ആഭ്യന്തര കുറ്റവാളി കണ്ടോ? ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്നാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ല അടിപൊളി മൂവിയാണ്. താങ്ക് യു സോ മച്ച്. ആസിഫിക, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇന്ന് ശനിയാഴ്ചയാണ്, ഒരു ഹോളിഡേ. നാളെ ഞായറാഴ്ച. അപ്പം ഇന്ന് നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയ ദിവസം ഒരുപാട് സമയം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ കൈ കാണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഒരു വലിയ കൈയടി എന്നാൽ ഞങ്ങളങ്ങ് പോയിക്കോളാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി സിനിമ കാണാനുള്ളവർ കാണണം. ആഭ്യന്തര കുറ്റവാളി സേതുവിൻ്റെ ആദ്യത്തെ സിനിമയാണ്. സേതു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ സ്റ്റേജിൽ വന്നത്. ഇത്രയും വർഷമായി സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും വിജയേട്ടനോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷന് വരുന്നതും. അത് തിരുവനന്തപുരത്ത് തന്നെ വന്നത് അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓരോ ആവർത്തി കൂടി സ്നേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി. പ്രേക്ഷകരുടെ ഒരു വാക്ക് കേൾക്കാം, പറഞ്ഞു. ഓ, ഇതാണ് ഒരു മനുഷ്യ സ്നേഹി. ഇവിടെ വന്നപ്പോൾ ഞാൻ സിനിമ പോലെ ലാപ്ടോപ്പ് നൽകുന്നതിനായി സ്റ്റോർ മാനേജർ പ്രവീണിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം മോൾ ഓഫ് ട്രാവൻകൂറിന്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സതി മാമിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലാപ്ടോപ്പ് നേടിയത് ശ്രീ നിതിൻ. നിറകൈയ്യടികൾ നൽകാം ആ ഒരു ഭാഗ്യശാലിക്കായി. ശ്രീ നിതിൻ വേദിയിലേക്ക് കടന്നെത്താം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആസിഫിക്കയിൽ നിന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാർക്കറ്റിംഗ് iPhone 16 നൽകുന്നതിനായി. iPhone 16 ലഭിച്ച ആ ഭാഗ്യശാലി ശ്രീ റയ. Let's give a big round of applause. iPhone 16 നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആസിഫിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങാം. റയ വേദിയിലേക്ക് കടന്നെത്താം. സൈഡിലോട്ടിക്കണേ.
And the bumper prize